الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം തഖ്വയോടുകൂടി അഥവാ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അവൻ്റെ ഭൂമിയിൽ എത്ര വർഷമാണോ അവധി കണക്കാക്കിയിട്ടുള്ളത് ആ സമയം അത്രയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മടങ്ങുവാനും വിചാരണ ചെയ്യുന്ന നാളിൽ വിജയികളായി തീരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം എന്നുള്ളത്, സൂക്ഷ്മതാബോധം എന്നുള്ളത്. അറബിയിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് തഖ്വ എന്നുള്ളതാണ്. ഭക്തി, സൂക്ഷ്മത. മലയാളത്തിൽ പെട്ടെന്ന് ഒറ്റ വാക്കിൽ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ഒരു മനസ്സ്, അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്നുള്ളത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് തഖ്വ. ഞാനും നിങ്ങളുമൊക്കെ തഖ്വയുള്ള ആളുകളാണോ എന്ന് മനസ്സിലാക്കാൻ ഇന്ന് ഹുതുബയിൽ പറയുന്ന ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 3 കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ തഖ്വയുള്ള ആളുകളാണ്. ഒരു മനുഷ്യന്റെ വേഷത്തിലോ രൂപത്തിലോ ഒന്നുമല്ല തഖ്വ. പലപ്പോഴും ആളുകൾ അങ്ങനെ വിലയിരുത്താറുണ്ട്. 5 നേരം പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, നല്ല തഖ്വയുള്ള മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്താറുണ്ട്. പക്ഷേ
അതൊന്നുമല്ല. ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നീട് എല്ലാം അതിന്റെ കൂടെ ചേർക്കണം എന്നുള്ളതാണ്. അത് നമസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും ഏത് സൽക്രമമാണെങ്കിലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. അതിലൊന്ന് അൽ-ഈമാൻ, വിശ്വാസമാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാന വിശ്വാസമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് ഞാൻ തിരിച്ചു പോകേണ്ടത്. ഈ ലോകത്തെ ജീവിതം ഒരു പരീക്ഷണം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനാരാണ് അതറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ജീവിതവും മരണവും എല്ലാം സൃഷ്ടിച്ചത്. ഒരു പരീക്ഷണമാണ്. കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിക്കും. അള്ളാഹു നമുക്ക് സമ്പത്ത്, വിജ്ഞാനം, മക്കൾ, കുടുംബം, കച്ചവടം എല്ലാം അള്ളാഹു നൽകി. എന്നിട്ട് ഒരു സമയം കഴിഞ്ഞാൽ അള്ളാഹ് തിരിച്ചു കൊടുക്കും. അത് എപ്പോൾ അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. ഏകദേശം ആ ഒരു പ്രായമാകുമ്പോഴേക്ക് പലരും അള്ളാഹുവിന്റെ വെളിക്കുത്തക നൽകിക്കൊണ്ട് യാത്രയാണ്. അവിടെ ആ പോകുന്ന ഘട്ടത്തിൽ നമുക്ക് ഈമാനോട് കൂടി മരണപ്പെടാൻ സാധിക്കണം എന്നുള്ളതാണ്. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എനിക്കും നിങ്ങൾക്കും അവസാന ശ്വാസം വരെ നിലനിർത്താൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ വിജയിച്ചു. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രം, സ്വഹാബത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അവയൊന്നും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയിട്ടില്ല. ഏതെങ്കിലും മരണപ്പെട്ടു പോയ മഹാന്മാരുടെ ഖബറിന്റെ അടുക്കലേക്ക് പോയിട്ടില്ല. ഒരു ഏലസോ നൂലോ വെളിച്ചെണ്ണയോ മന്ത്രിച്ച വെള്ളമോ കുടിച്ച് അല്ലെങ്കിൽ ഊതി തടവി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം തവക്കൽത്തു അലല്ലാഹ്, അള്ളാഹുവിൽ ഭയമേൽപ്പിച്ചുകൊണ്ടാണ് അവരെല്ലാം മുന്നോട്ട് പോയത്. നിങ്ങൾ നോക്കൂ, ആ ഒരു വിശുദ്ധ ഖുർആൻ പറയുന്ന വചനങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലെ സമുദായം ഏറ്റവും അധികം വഴിപിഴച്ചു പോയതും ഈ ഒരു വിശ്വാസത്തിലാണ്. അവിടെ പ്രവാചകന്മാരും സ്വഹാബികളും വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിജയിച്ചുവെങ്കിൽ ഇന്നത്തെ മുസ്ലിം സമുദായം പരാജയപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഈമാനിന്റെ വിഷയത്തിലാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആരായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കോടീശ്വരനായിരുന്നു, വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു. ആ നാട്ടിൽ ആർക്ക് പണം വേണമെങ്കിലും ഓടിച്ചെന്നാൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കും. ഭക്ഷണം വേണോ കൊടുക്കും. എന്ത് സഹായമാണോ ആ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം എല്ലാം കൃത്യമായിട്ട് ചോദിച്ചു വന്നാൽ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് 16ഓളം കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നൽകി. സമ്പത്ത്, മക്കൾ, കുടുംബം എല്ലാം അല്ലാഹു ആ പ്രവാചകന് നൽകി. അല്ലാഹ് തീരുമാനിച്ചു ആ പ്രവാചകനെ ഒന്ന് പരീക്ഷിക്കാൻ. എന്തു ചെയ്തു? അല്ലാഹു ഓരോ മക്കളെയും തിരിച്ചു വിളിച്ചു. ഒരു മകന്റെ മയ്യിത്ത് കബറടക്കി 2-3 ദിവസം കഴിയുമ്പോ, ഒരാഴ്ച കഴിയുമ്പോ മകളുടെ മയ്യിത്തുമായി ഖബർസ്ഥാനിലേക്ക് പോകേണ്ടി വന്ന പ്രവാചകൻ 16 മക്കളെയും അല്ലാഹ് തിരിച്ചു വിളിച്ചു. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തു. ശരീരത്തിൽ കഠിനമായ രോഗം നൽകി. നിങ്ങൾ നോക്കൂ, ആ പ്രവാചകൻ എന്തു ചെയ്തു? വിശ്വാസം ഒരിക്കലും വിട്ടില്ല. അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച്, അല്ലാഹുവേ എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചു, നീയാണ് കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനെന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ചരിത്രത്തിലേക്ക് വിശാലമായിട്ട് ഞാൻ കിടക്കുന്നില്ല. അവിടെ നോക്കൂ നിങ്ങൾ, ആ 13 വർഷക്കാലത്തോളം രോഗം ബാധിച്ച് ശരീരമാസകലം പഴുത്ത് വ്രണമൊലിക്കുന്ന അവസ്ഥയിലായിട്ട് പോലും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് സഹായം തേടുകയോ ഖബറിന്റെ അടുക്കലേക്ക് പോവുകയോ ഒന്നും ചെയ്തില്ല. അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹു 13 വർഷക്കാലത്തിന് ശേഷം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ധരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നുണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ആ ഭൂമിയിൽ കാലിട്ട് ചവിട്ടണം. കാലിട്ട് ചവിട്ടിയ ഘട്ടത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് ശുദ്ധമായ വെള്ളം പുറത്തു വന്നു, അതിൽ കുളിക്കണം. എല്ലാ അസുഖവും മാറി. പിന്നീട് നോക്കൂ നിങ്ങൾ, മക്കൾ അള്ളാഹു വീണ്ടും നൽകി, സമ്പത്ത് നൽകി. വിട്ടുപോയ കുടുംബക്കാരെല്ലാം അദ്ദേഹത്തിന് അടുക്കേക്ക് വന്നു.
വീണ്ടും പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സജീവമായി. വലിയ പാഠമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിഞ്ഞു. 86 വയസ്സോളം, 3 അഭിപ്രായമുണ്ട്. 80 വയസ്സിന് ശേഷമാണ് എല്ലാവരും പറയുന്നത്. 82, 83, 86, ഏതായാലും 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്മായിൽ എന്ന കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകുന്നത്. നിങ്ങൾ നോക്കൂ, അത്രയും കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ നോക്കൂ. 2 പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ചരിത്രം മനസ്സിലാക്കിയ നമ്മൾ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഏതെല്ലാം കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. ആശുപത്രികളിൽ കാണിച്ചു, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ചെന്നു, പരിശോധന നടത്തി, ഡോക്ടർമാർ കൈവിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ട് അവസാനം ഏതെങ്കിലും അയൽവാസി, ഏതെങ്കിലും മനുഷ്യൻ തന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയും, ആ ജാറത്തിലേക്ക് ഒന്ന് പോയി നോക്കൂ, ആ തങ്ങളൊന്ന് കണ്ടു നോക്കൂ, ആ സിദ്ധന്റെ അടുക്കിലേക്ക് ഒന്ന് പോകൂ, എല്ലാ രോഗത്തിനും ശമനമുണ്ട്. ക്യാൻസർ വരെ മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹമെന്ന് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട്, കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ആളുകൾ വഴിതെറ്റിക്കുന്ന ഈ സമുദായം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സമുദായത്തിലെ ആളുകൾ ഇങ്ങനെ രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ അജ്മീറും നാഗൂറും ഏർവാടിയും മുത്തുപേട്ടയും മമ്പുറത്തും ഉള്ളാളും അതുപോലെ തന്നെ ഭീമാപ്പള്ളിയും ഏതെല്ലാം സ്ഥലങ്ങൾ കബറി കെട്ടിപ്പൊക്കി അവിടെ പലതും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി സുജൂദ് ചെയ്തുകൊണ്ട് ആ മരണപ്പെട്ടു പോയ മഹാന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് തന്റെ ആവശ്യങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിയിട്ടുള്ളത്. അതിന്റെ നമ്മുടെ ഉള്ളാളിൽ നടക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം ഭീമാപ്പള്ളി മുതൽ ഈ മലപ്പുറത്തിന്റെ മമ്പുറത്ത് അവിടെ വരെ കാസർഗോഡ് നീണ്ടു കിടക്കുന്ന ഖബർസ്ഥാൻ തോട്ടങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ഈ സമുദായം വഴിപിടിച്ചു നിൽക്കുന്നു. അള്ളാഹുവിന്റെ വിശ്വാസം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. വമിനൻ നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൻ യഖൂലു, ചില ആളുകൾ, ആ ആളുകൾ പറയുന്നു, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നത്തെ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആന്റെ ആയത്ത് അവതരിച്ച ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ വ്യക്തികൾ പറയുന്നതിനാണ് അള്ളാഹുവിന് വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എന്തായിട്ടില്ല, വിശുദ്ധ ഖുർആൻ പറയുന്നു വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും. വലിയ പരീക്ഷണങ്ങൾ വന്നുപോയി. 2-3 വർഷക്കാലത്തോളം ലോകമാകെ കോവിഡ് മഹാമാരി, പ്രളയം, അതുപോലെ തന്നെ പല രോഗങ്ങൾ, പല പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കണം. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പ്രവണത എങ്ങാനും വന്നു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി എത്ര സമയം നോക്കുന്നു. ഇപ്പൊ ഈ ജുമാക്ക് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജുമാക്ക് വേണ്ടി 12 മണി 12:15 പള്ളിയിലേക്ക് എത്തിയ വ്യക്തി ആ നമസ്കാരം കഴിയുന്നവർ ഏകദേശം 1 മണിക്കൂർ സമയം പള്ളിയിൽ ചെലവഴിക്കും. 5 നേരത്തെ ജമാഅത്ത് നമസ്കാരത്തിന്റെ സമയം ഓരോ ജമാഅത്തിന് നിങ്ങൾ 15 മിനിറ്റ് വെച്ച് കൂട്ടിക്കോളും, 1.25 മണിക്കൂർ മാക്സിമം. നമ്മുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുന്നു, ഒരുപാട് ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്നു. ഇതൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് സ്വീകരിക്കണമെങ്കിൽ ഒരിക്കലും ശിർക്ക് കടന്നു പോയാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സമയവും സമ്പത്തൊക്കെ ഒരുപാട് മാറ്റിവെക്കണം. പക്ഷേ അതില്ലാതാക്കാനോ എളുപ്പമാണ്. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ, ഒരു 5-10 നിലകളുള്ള ഫ്ലാറ്റ് നിർമ്മിക്കാൻ കൂടി വന്നാൽ പണമുണ്ടെങ്കിലൊക്കെ വേഗത്തിൽ നടക്കും. 1-2 വർഷം മാക്സിമം നിങ്ങൾ കൂട്ടിക്കോളൂ. ഏറ്റവും മനോഹരമായിട്ട് ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ, ആ ഫ്ലാറ്റ് പൊളിക്കാനോ ഏതാനും സെക്കൻഡുകൾ മാത്രം.
ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തിട്ട് അത് നിഷ്ഫലമായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടക്കാരായി നമ്മൾ. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കളുടെ ജീവിതത്തിൽ എങ്ങാനും ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ലഇൻ അശ്റക്ത, ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നുള്ളതാണ്. ആരോടല്ല പറഞ്ഞത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് അല്ലാഹുവിന് പങ്കു ചേർക്കുന്ന മനുഷ്യന്റെ പ്രവണത, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഹബ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. എന്താ സംഭവിക്കുക? ഫതഹ്തഫു ത്വയ്ർ ഔ തഹ്വി ബിഹിൽ റീഹ്, കാറ്റ് അവനെ തള്ളിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കഴുകന്മാർ, പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഈ മക്കാനിൻ സഹീ, വിദൂരമായ സ്ഥലത്ത് ശിർക്ക് സംഭവിച്ചത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കി എന്തെല്ലാം സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. മരണപ്പെട്ടു പോയ കോഴിക്കോട്ടുകാരനായ ഒരു CM മടവുവിനെ സംബന്ധിച്ച് എന്തെല്ലാം സംസാരങ്ങൾ, അത് വിശ്വസിക്കുവാനും ആളുകൾ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോഴിക്കോട് ജീവിച്ച CM മടവു എന്ന വ്യക്തിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ. 13 വർഷക്കാലത്തോളം നോമ്പെടുക്കാത്ത, പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തി കൊണ്ടുപോകുന്നത്? ഒരു മനുഷ്യനെ ഉയർത്തരുത് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക്. എന്നിട്ട് നോക്കൂ നിങ്ങൾ എന്തെല്ലാം പറയുന്നു. ആകാശ ലോകത്ത് കൂടി സഞ്ചരിക്കുന്ന വിമാനം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞപ്പോ ആ വിമാനത്തിന്റെ ചിറക് പിടിച്ച് കൃത്യമായി എയർപോർട്ടിലേക്ക് സുരക്ഷിതമായിട്ട് ഇറക്കിയ വ്യക്തിയാണ് CM മടവൂർ പോലും. തന്റെ കാറിന്റെ മുന്നിലേക്ക് വേഗതയിൽ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ അതിനെ തടഞ്ഞു നിർത്തിയ വ്യക്തിയാണ് പോലും CM മടവൂർ. കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോ ആ കടലിൽ വെച്ച് ആ കപ്പലിനെ സുരക്ഷിതമായി കൃത്യമായ ഏത് ഭാഗത്തേക്കാണോ സഞ്ചരിക്കേണ്ടത് കൃത്യമായി അങ്ങോട്ട് വഴി കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് CM മടവൂർ. ആരാ സംസാരിക്കുന്നത്? മതപ്രബോധനം നടത്തുന്ന ആളുകൾ എന്ന നിലക്ക് വ്യാപകമായിട്ട് കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയക്കാർ കേൾക്കുന്ന സംസാരങ്ങളാണ് നമ്മൾ കേട്ടതാണ്. ഇവിടെയാണ് സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തു പറഞ്ഞാലും ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ലാഹുവിന് മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് വിശ്വാസികളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതാണ് ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയുണ്ടാകും. നമ്മൾ പള്ളിയിലേക്ക് വരുന്നു, സഹായിക്കുന്നു, എല്ലാ നിലക്കും നമ്മൾ സജീവമായിട്ട് ഇടപെടുന്നു. പക്ഷേ മനസ്സിലൊരു വിജയത്ത് വേണം, അല്ലാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വീകരിക്കില്ല. ഒരു നമസ്കാരത്തിന് വേണ്ടി നമ്മൾ വുളു എടുക്കുന്നു, അവിടെ നിയ്യത്തുണ്ട്. ആ നിയ്യത്ത് ഇല്ലെങ്കിലോ ആ വുളു സ്വീകരിക്കില്ല. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയ്യത്തുണ്ട്, അത് ചൊല്ലി പറയുന്നില്ല, മനസ്സിലുണ്ടായാൽ മതി. അല്ലാതെ ചൊല്ലി പറയുന്ന സമ്പ്രദായം ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ സഹായിക്കുന്നത് പോലും, വഴിയിൽ നിന്ന് ഒരു കഷ്ണം കല്ല് എടുത്ത് മാറ്റിയിടുന്നത് പോലും, വഴിയിൽ നിന്ന് മാലിന്യം നീക്കിയിടുക, ഇവിടെ നോക്കൂ, വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം, അല്ലാഹുവേ, എന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഏത് പ്രവർത്തനത്തിലും, അത് ഏത് നോമ്പാണെങ്കിലും, റമദാന്റെ നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിലും ഒക്കെ അവിടെ പറഞ്ഞില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ഹദീസിൽ കാണാം, പ്രഭാതത്തിന് മുമ്പ് നിയ്യത്ത് വെക്കാത്തവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കില്ല. പ്രഭാതത്തിന് മുമ്പ് നിയ്യത്തുണ്ട്, നോമ്പാണ്. ഏത് സൽക്കർമ്മത്തിനും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത്, ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. വിശദീകരിക്കുന്നില്ല, എല്ലാ പ്രവർത്തനത്തിലും നിയ്യത്ത് വേണം. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലും അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അല്ലാഹു സഹായിക്കും തീർച്ചയായും. നിങ്ങൾ നോക്കുന്ന അനുസാരമാണ് 2 ഹദീസുകൾ നമുക്ക് പഠിപ്പിക്കുന്നത്. ഒന്ന്, 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിയത്. നമ്മുടെ ആ ചരിത്രമൊക്കെ മദ്രസയിൽ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ
പുസ്തകത്തിൽ വായിച്ച് വളർന്ന ആളുകളാണ് അല്ലേ വിശദീകരിക്കുന്നത്. ആ 3 ആളുകൾ ഗുഹയിൽ നിന്ന് യാത്ര സമയമായപ്പോൾ അവരാകെ ഭയന്നു, ഇനി എന്തു ചെയ്യും? അപ്പോൾ അയാൾ പറഞ്ഞ ഗുഹയിൽ കയറി നമുക്ക് അവിടെ കൂടാം. അങ്ങനെ ഗുഹയിൽ കയറിയ സമയത്ത് ഗുഹയുടെ വാതിലിൽ വലിയ കല്ല് മലമുകളിൽ വന്ന് ആ വാതിൽ അടഞ്ഞു. 3 ആളുകൾ ശക്തമായി തള്ളി നോക്കി, കല്ല് നീക്കാൻ സാധ്യമല്ല. എന്തു ചെയ്യും? ഒരാളെ വിളിച്ചാൽ പോലും കുടി കിട്ടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവോട് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 3 ആളുകളും പ്രാർത്ഥിച്ചു. ആ കല്ല് നീങ്ങി 3 ആളുകളും രക്ഷപ്പെട്ടു. ഇതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകൾ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നു എന്ന് പഠിപ്പിച്ചു. ഒന്നായാണ് പണ്ഡിതൻ, രക്തസാക്ഷി, ധർമ്മിഷ്ഠൻ. നിങ്ങൾ നോക്കൂ, 3 ആളുകളും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വേണ്ടി ഷഹീദായ ഒരു മനുഷ്യനാണ്, വലിയ പ്രതിഫലം ലഭിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നോക്കുകൾ അള്ളാഹു പറയുന്നു മലക്കുകളുടെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണത്? ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായത് എന്തിനു വേണ്ടിയിട്ടാ? ഷഹീദായി കഴിഞ്ഞ ആളുകൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പൊക്കി പറയണം, എനിക്ക് സമൂഹത്തിൽ പ്രശംസ കിട്ടണം. അതുപോലെ പണ്ഡിതൻ, അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയത് താൻ വലിയ പണ്ഡിതനാണ് എന്ന് ജനങ്ങൾക്കിടയിൽ അഭിപ്രായം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യനെയും ശിക്ഷയിലേക്ക് കൊണ്ടുപോകണം അള്ളാഹു പഠിപ്പിക്കുന്നു. 3-ാമത്തെ ധർമ്മിഷ്ഠൻ, ഒരുപാട് പാവങ്ങളെ സഹായിച്ചു. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ 4-5 ആളുകൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സംഭാവന കൊടുക്കുള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾ സ്വകാര്യമായിട്ടൊന്ന് ചോദിച്ചാലോ കൊടുക്കൂലേ? ഉണ്ട്, യാഥാർത്ഥ്യമാണ്. ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാകണം. മറ്റ 4-5 ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ട് അവർ അഭിപ്രായം പറയാം, നോക്കുക ഇതുകൊണ്ടല്ലേ ഈ മനുഷ്യൻ നരകത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 3 ആളുകളെ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പ്രവർത്തനമാണെങ്കിലും അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടാകണം, മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി ആകാൻ പാടില്ല. നമസ്കാരത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വല്ലദീന ഹും യുറാഊൻ. നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. അവരെങ്ങനെയാണ് നമസ്കരിക്കുന്നത്? നമസ്കാരത്തിൽ യാതൊരു ശ്രദ്ധയില്ല. പിന്നെ മാത്രമല്ല, മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുക. ഞാൻ നമസ്കരിക്കുമ്പോൾ ബാക്കിൽ വാപ്പുണ്ട്, വാപ്പനെ ബോധിപ്പിക്കട്ടെ, അല്ലെങ്കിൽ മൂത്താപ്പുണ്ട്, അല്ലെങ്കിൽ കുടുംബക്കാരുണ്ട്, പള്ളിയിലൊക്കെ പോകുമ്പോൾ ഓരോ ശ്രദ്ധിക്കും. ആ നിയ്യത്ത് നമുക്ക് വേണ്ട. ഞാൻ പള്ളിയിൽ പോയി നമസ്കരിക്കുക അല്ലാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള നിയ്യത്തോടു കൂടി നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കാരം സ്വീകാര്യമാകും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ വിജയിച്ചു. അവർ നമസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകളാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭക്തിയുണ്ട്. കൈകെട്ടി കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന അഖ്വായ കമാ ബഅദത മിൻ മശ്രിഖിൽ മഗ്രിബ്. അല്ലേ? അള്ളാഹുവെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും എങ്ങനെയാണോ അകറ്റിയത് അതുപോലെ എന്നെയും എൻ്റെ പാപങ്ങളെയും നീ അകറ്റണമേ. പ്രാർത്ഥന അർത്ഥസഹിതത്തോടു കൂടി നമസ്കാരത്തിൽ ചെല്ലുമ്പോൾ ശ്രദ്ധ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഉക്കൂലാണല്ലോ പ്രാർത്ഥന. അവസാനം വരെ സലാം വീട്ടുന്നവരെ നമസ്കാരത്തിൽ മാത്രം ശ്രദ്ധ. അതേ കൈകെട്ടി കഴിഞ്ഞാൽ ഇവിടെ യാതി പൈസ കൊടുക്കാണ്ട്, മറ്റേ പണിക്കാരുണ്ട് അവിടെ പൈസ കൊടുക്കാണ്ട്. നമസ്കാരത്തിൽ പല കണക്കുകളും ശ്രദ്ധകളും. ആ നമസ്കാരം നമ്മൾ സ്വീകരിക്കില്ല, ഒരു ശ്രദ്ധയും പാടില്ല. കുടുംബത്തിലെ മറ്റു കാര്യങ്ങളൊന്നും, നാളത്തെ ചർച്ചകളെ സംബന്ധിച്ച്, യാത്രയെ സംബന്ധിച്ച് ഒന്നും നമസ്കാരത്തിൽ പാടില്ല. നമസ്കാരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി എന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണെന്ന ബോധത്തോടു കൂടി നമസ്കരിച്ചാൽ അവിടെ ശ്രദ്ധ ഉണ്ടാവും. അല്ലേ? ഞാൻ ജുമുഅ നമസ്കരിക്കുക എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ജുമുഅ നമസ്കാരമാണ്. അസർ നമസ്കാരത്തിൽ ഞാൻ ഉണ്ടാകില്ല. ഓരോ നമസ്കാരവും ആ നിലക്ക് നമ്മൾ നമസ്കരിക്കണം. നിങ്ങൾ നോക്കും, മനുഷ്യന്റെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുന്നത് അറിയില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാഗ്യവീടിൻ്റെ സമീപമുള്ള സ്കൂളിലെ ടീച്ചർ, സ്കൂളുകൾ മദ്രസൊക്കെ തുറക്കുകയാണ്. 2 ദിവസം മുമ്പ് സ്കൂൾ 3-ാം തീയതി തുറക്കും, മദ്രസ പലതും നാളെ തുറക്കുകയാണ്. ആ ടീച്ചർ സ്കൂൾ തുറക്കുന്നതിന് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ അധ്യാപകരും ഓൺലൈനിൽ ഇങ്ങനെ യോഗം കൂടുകയാണ്. യോഗമൊക്കെ കഴിഞ്ഞു. ടീച്ചർ പിന്നെ
ഫോണൊന്ന് വാട്സപ്പ് ബാക്കിയുള്ളതൊക്കെ നോക്കി അതേ ഇരിപ്പിൽ യോഗം കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വീടിൻ്റെ പുറത്ത് ആ കസേരയിൽ നിന്ന ടീച്ചർ അയണപ്പെട്ട് കിടക്കുക. വീട്ടിലുള്ള ഭർത്താവാണെങ്കിലോ മാനസികമായിട്ട് രോഗമുള്ള പ്രയാസമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഭക്ഷണം കഴിച്ച് കിടന്നു. വേറെ ആരുമില്ല, മക്കളും. രാവിലെ പത്രം ഇടാൻ വന്ന ഒരു സഹോദരനാണ് ടീച്ചറിൻ്റെ കയ്യെ കാല് പൊക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആലോചിച്ച് നോക്കും, മരണപ്പെട്ടപ്പോൾ രാത്രി 10:30 മണിക്ക് മരണപ്പെട്ട ആ ടീച്ചറിനെ ആ മയ്യത്ത് പത്രക്കാരിൽ കാണുന്നത് രാവിലെ 7 മണിയോടെ അടുത്ത്. അത്ര സമയം വീടിൻ്റെ കൊലായി. നിങ്ങൾ നോക്കൂ, പെട്ടെന്ന് ജീവിതത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതം അവസാനിക്കും. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടുപോകാൻ ആ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് കൃത്യമായ ഒരു യാത്ര ചെയ്യുമ്പോൾ പ്ലാനിങ് ഉണ്ട്. എങ്ങോട്ട് പോകണം, എന്തെല്ലാം കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കുത്തുബ കഴിഞ്ഞ് എനിക്ക് ഇന്ന ട്രെയിനിൽ കോഴിക്കോട് പോകണം. അപ്പോൾ ആ ടിക്കറ്റ് റിസർവേഷൻ ചെയ്ത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഏത് കമ്പാർട്ട്മെൻറ്റിൽ കയറണം, ഏത് കമ്പാർട്ട്മെൻറ്റിലാണ്, എവിടെയാണ് സീറ്റ് നമ്പർ എത്രയാണ് എന്ന് കൃത്യമായി ടിക്കറ്റുണ്ട്. ആ ട്രെയിൻ സമയത്ത് വരുന്നു, കമ്പാർട്ട്മെൻറ്റ് സീറ്റ് നമ്പർ എല്ലാം ഓക്കെയാണ്, ഞാൻ എത്തിയാൽ മതി. ഇതുപോലെയാകണം സഹോദരങ്ങളെ. മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലേക്ക്, ആ വാഹനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ഒരുപാട് സൽക്രമങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇത്രയും കാലഘട്ടം നമ്മൾ പിന്നിട്ട് ഇത്ര വയസ്സ് നമ്മൾ കഴിഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ ഞാൻ ഇങ്ങനെ, ഇബാദത്തിന്റെ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ, കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഇങ്ങനെ, എൻ്റെ മക്കളെ ആദർശപരമായിട്ട് വളർത്തുന്ന വിഷയത്തിൽ ഞാൻ ഇങ്ങനെ, എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപാടുകളിൽ ഞാൻ ഇങ്ങനെയാണ്. എല്ലാം ആലോചിച്ച് നോക്കുക. ഞാൻ ഒറ്റക്കാകുന്ന ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ, ഞാൻ ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയാണ്. അതായിരിക്കണം. ഞാൻ ഒറ്റക്ക് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ എന്തെല്ലാം ഞാൻ കാണും, കേൾക്കും, പ്രവർത്തിക്കും. ഒരു ബോധം നമുക്ക് കൃത്യമായിട്ടുണ്ട്. ഒരു തിന്മയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏത് കർമ്മമാണെങ്കിലും ചെയ്യുന്ന ഇബാദത്തുകൾ ആത്മാർത്ഥമാണെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അപ്പൊ ജീവിതത്തിൽ കൃത്യമായ ഒരു സൂക്ഷ്മതാബോധം അത് നിലനിർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ശക്തമായ ഈമാൻ, വിശ്വാസം ഒരു നിലക്ക് നമ്മൾ നശിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും. 2, ചെയ്യുന്ന കർമ്മങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് മാത്രം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സൂക്ഷ്മതാബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടാകണം. അതിൽ 2 കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈമാൻ, വിശ്വാസം ഉണ്ടാകണം. 2, ഇഖ്ലാസ്, ആത്മാർത്ഥതയുണ്ടാകണം. 3ാമത്തെ വിഷയം ഇത്തിബാ ആണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അത്തിയുല്ലാഹ വഅതിയു റസൂല. അല്ലാഹു റസൂലും എന്നാണോ പഠിപ്പിച്ചത് കൃത്യമായിട്ട് ചെയ്യുക, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. ഇപ്പൊ നമ്മൾ നോക്ക്, വിശുദ്ധ ഖുർആൻ ആരുടെ കലാമാണ്, ആരുടെ സംസാരമാണ്? അല്ലാഹുവിന്റെ സംസാരം. ഈ വിശുദ്ധ ഖുർആനിലെ എല്ലാ വചനങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തുന്നു എന്ന് ഇവിടെ കൂടി എല്ലാവർക്കും പറയാൻ സാധിക്കുമോ? ഇതിന്റെ എല്ലാ കൽപ്പനയും, അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനയും ഞാൻ അനുസരിക്കുന്നുണ്ട് എന്നിട്ട് പോകാമല്ലോ പ്രവാചകന്റെ കൽപ്പനയിലേക്ക്. നമ്മൾ ആലോചിച്ച് നോക്കും, വിശുദ്ധ ഖുർആൻ ഒരു ചെറിയ ഉദാഹരണം. ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ തിന്മ ഈ പക്ഷേ നമ്മുടെ പള്ളിയിൽ കൂടിയ ആളുകൾക്ക് പോലും ഉണ്ടാകും. എന്താണ്? പലിശയുമായി ബന്ധപ്പെടുക. ഒരു ചെറിയ ഉദാഹരണം പറയും. പലിശയുമായി ബന്ധപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്. സബൂൽ മുബിക്കാർ 7 മഹാപാപങ്ങളെ എടുത്തു പറഞ്ഞ വിഷയമാണ് ആക്കിലു റിബ.
പലിശ ഭുജിക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വഖാതിബഹു വശാഹിദൈഹി വഖാലഹു സവാഉൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു, പലിശ വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, എഴുതി വെക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, 4 ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു എന്നുള്ളതാണ്. സവാഉൻ, അവരെല്ലാവരും സമമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ എത്രയോ ആളുകൾ പലിശയുമായി ബന്ധപ്പെടുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് പണം വാങ്ങുന്നു പലിശക്ക്, എന്നിട്ട് ആ പലിശയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നു, ഇബാദത്തും ചെയ്യുന്നു, അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഹറാമ് ചെയ്താൽ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. ഹദീസിൽ പറഞ്ഞത്, ഒരു മനുഷ്യൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അല്ലാഹുമ്മ. അദ്ദേഹം തന്നെ ആവശ്യങ്ങൾ പറയണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ധരിച്ച വസ്ത്രം ഹറാമാണ്, കുടിച്ച വെള്ളം ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്. പിന്നെ എന്തിനാണ് ആ മനുഷ്യൻ അല്ലാഹുവിനെ വിളിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. ഞാനും നിങ്ങളും പലിശയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. ഒരിക്കലും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. നമ്മൾ പലപ്പോഴും നിരാശപ്പെടാറില്ലേ? ഞാൻ എത്രയോ കാലമായി പ്രാർത്ഥിക്കുന്നു, എന്റെ അല്ലാഹുവിന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഹറാമുമായിട്ട് നടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക? നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ കൽപ്പനയും ഒക്കെ കൃത്യമായിട്ടുണ്ടായിട്ട് പോലും ഒരു രൂപ നാണയം വാങ്ങുന്നത് പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. എന്നിട്ട് ആ പലിശയുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. വെറുതെ പലിശയുമായി ബന്ധപ്പെട്ട്, വെറുതെ അല്ല, പല കാര്യങ്ങൾക്കും. ഇപ്പൊ നമുക്ക് വാഹനമുണ്ട്, ആ വാഹനം ഒഴിവാക്കിയിട്ട് പുതിയ മോഡൽ. മക്കളെ പഠിപ്പിക്കാൻ അടുത്ത് നല്ല സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, എന്നിട്ട് അത് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഇന്റർനാഷണൽ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടും. കുറ്റപ്പെടുത്തല്ല, പണം നമുക്ക് കയ്യിൽ ഉണ്ടെങ്കിലാകാം. സാമ്പത്തികമായിട്ട് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ഇത് ലോൺ എടുത്തുകൊണ്ട്, കടം വാങ്ങിക്കൊണ്ട്, പലിശ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വീടെടുക്കുന്ന, വാഹനം വാങ്ങുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമായി നമ്മൾ ബന്ധപ്പെടുക. പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ അത് കൃത്യമായി നമ്മൾ പിന്തുടരും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദ മാ മാതന ഇലൈഹി നുശൂർ. രാത്രി കിടക്കാൻ പോകുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു ആയത്തുൽ കുർസി ഓതുന്നു, അവസാനത്തെ 3 സൂറത്ത് ഓതുന്നു, ശരീരത്തിൽ കൂടി തടവുന്നു. പ്രവാചകൻ ശ്വാസനെ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒന്നുമില്ല, എല്ലാം പഠിപ്പിച്ചു. മുടി ചീരുന്നത് പോലും അല്ലെ, എല്ലാം പഠിപ്പിച്ചു. രാത്രി കിടക്കുമ്പോൾ അടുക്കളയിലെ തീക്കണൽ കെട്ടു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ കിടക്കാവൂ. എന്റെ കാരണം, ഏതെങ്കിലും ക്ഷുദ്രജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് തീപിടുത്തത്തിന് സാധ്യതയുണ്ടാകും. നിങ്ങൾ നോക്കൂ, എന്താ പഠിപ്പിക്കാത്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാം പഠിപ്പിച്ചു. നമസ്കാരമാണെങ്കിൽ ഏതെല്ലാം, നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർ എങ്ങനെ നമസ്കരിക്കാം, കിടക്കാം, വെള്ളം കിട്ടിയില്ല തരണം ചെയ്യാം, യാത്രക്കാരന് ജമാഅത്ത് നമസ്കരിക്കാം, യാത്രക്കാരന് ജമ്മു കശ്മീർ ആലോചിച്ച് നോക്കുക, എല്ലാം പഠിപ്പിച്ചു. എല്ലാത്തിനും വിളവുകളും. വല്ലാത്തൊരു മതം, അള്ളാഹുവിന്റെ മതം വളരെ എളുപ്പമാണ്. പക്ഷെ എന്നിട്ട് ആ മതത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിട്ടില്ല എങ്കിൽ വലിയ കുറ്റത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന് സ്വീകരിക്കുക, അല്ലാത്തത് പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രം ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് വേണ്ട. ഇപ്പൊ പലതും പുതുതായി സമൂഹത്തിലേക്ക് പല വിദ്യാർത്ഥികളും കടന്നു വരുന്നു. അവിടെയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ചെയ്യാം. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വേണ്ട. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചത് അത് മാത്രം അനുഷ്ഠിക്കുക. നിങ്ങൾ നോക്കും, കൂട്ടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പള്ളിയിൽ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് നടത്താത്തത്? എന്തുകൊണ്ടാണ് ഫർദ് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്താത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ഖബർ കെട്ടിപ്പൊക്കാത്തത്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാത്തത്? ആണ്ട് നേർച്ചയും ഉറൂസും നടത്താത്തത് എന്തുകൊണ്ടാണ്? ഇതൊന്നും അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ താബിഈങ്ങളോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അവർ പഠിപ്പിച്ചു തന്നത് മാത്രം കൃത്യമായിട്ട് പിൻപറ്റുക എന്ന കൃത്യമായ ഒരു ആദർശബോധമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു,
കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളും സ്വർഗ്ഗത്തിൽ കടക്കും ഇല്ലാ മൻ അബാ, വിസമ്മതിച്ച ആളുകളൊഴികെ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് വിസമ്മതിച്ചവർ? മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ അനുസരിച്ച ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു, അനുസരണക്കേട് കാട്ടിയ ആളുകൾ അവരാണ് വിസമ്മതിച്ചവർ. ഒരിക്കലും പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസ് അറിയാമല്ലോ. 3 ആളുകൾ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. 3 ആളുകൾ തീരുമാനമെടുത്തു, ഞാൻ രാത്രി ഉറങ്ങൂല, ഞാൻ നമസ്കരിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കൂല. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ എപ്പോഴും നോക്കും. പ്രവാചക ശാസ്ത്രം ഇതറിഞ്ഞ് 3 ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞതാണ്, മൻ റഗിബ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനെ അവഗണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇത്തിബാഇന്റെ വിഷയത്തിലും നമ്മൾ കൃത്യമായി നിലപാടുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും തഖ്വയുള്ള ആളുകളായി തീരാൻ ഈ 3 ഗുണങ്ങൾ ഉണ്ടായിരുന്നു. 1, നമ്മുടെ വിശ്വാസം. 2, ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയുണ്ടാകണം. 3, നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാകണം. പഠിപ്പിക്കാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് കൃത്യമായി നമ്മൾ നിലനിർത്തുക, മുന്നോട്ട് പോകുക എങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. മറ്റൊന്ന്, സഹോദരങ്ങളെ സഹോദരിമാരെ, മദ്രസ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മദ്രസ തുടങ്ങുകയാണ് പുതിയ അധ്യയന വർഷത്തിൽ. മദ്രസ പഠനം കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമാണ്. അത് ഒരിക്കലും ലാഘവത്തോടു കൂടി നമ്മൾ കാണാൻ പാടില്ല. 7ാം ക്ലാസ് വരെയെങ്കിലും ഒരു കുട്ടി മദ്രസയിൽ നിർബന്ധമായിട്ട് പഠിച്ചു കിട്ടണം. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കോട് കൂടി പരമാവധി മാക്സിമം 80% കാര്യങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. നമസ്കാരമാണെങ്കിലും മറ്റു കാര്യങ്ങൾ ഏതാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഒക്കെ. ആ പഠനം നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ കുറ്റക്കാർ നമ്മളായി തീരുന്നതാണ്. നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ അയക്കുന്നു, പലപ്പോഴും ട്യൂഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സ്കൂൾ ബസ് നേരത്തെ വരുന്നു, മദ്രസയിലേക്ക് പോകണ്ട എന്നൊക്കെ രക്ഷിതാക്കൾ നിസ്സാരമായിട്ട് കാണും. പല രക്ഷിതാക്കൾക്കും രാവിലെ എഴുന്നേൽക്കാനുള്ള മടി. പല വീടുകളിലും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ സമീപത്തുള്ള വീടുകളിൽ രാവിലെ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ ഉള്ളിൽ ലൈറ്റ് കത്തുന്നുണ്ടോ? അതോടുകൂടി മനസ്സിലാക്കാൻ ഓരോ വീടിൻ്റെ അവസ്ഥ. ചില ആളുകൾ ലൈറ്റ് ഇട്ട് വെക്കും, അങ്ങനെയുണ്ട് ചില ആളുകൾ. നമ്മൾ ഒരിക്കലും നമസ്കാരം വളരെ നിസ്സാരമായിട്ട് കാണുന്നത്. രാവിലെ ഒരു വീട്ടിൽ എങ്ങനെയാണോ ഉപ്പയും ഉമ്മയും ഉള്ളത് ആ നിലയിലേക്ക് മക്കൾ വളർന്നു വരുന്നത്. വാപ്പയും ഉമ്മയും എങ്ങനെയാണോ വളർന്നു വരുന്നത്, നമസ്കാരം, വിശുദ്ധ ഖുർആൻ പാരായണം, അവരുടെ സംസാരം, പ്രവർത്തനം, ഇതൊക്കെ മക്കൾ നോട്ട് ചെയ്യും. എന്നിട്ട് മക്കൾ ഇതൊക്കെ ഉപയോഗിക്കും. വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ അസ്സലാമു അലൈക്കും, മക്കൾ സ്കൂളിൽ വരുമ്പോൾ പറയും ഉമ്മ അസ്സലാമു അലൈക്കും. നിങ്ങൾ സ്കൂളിലേക്ക് പോവാൻ കേട്ടോ, മദ്രസയിലേക്ക് പോവാണേ, അസ്സലാമു അലൈക്കും. എവിടുന്നാണ് കുട്ടി പഠിച്ചത്? വാപ്പ ജോലിക്ക് പോകുമ്പോൾ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ആദ്യമായി നമ്മളോട് അസ്സലാമു അലൈക്കും കുട്ടി പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ എങ്ങനെയാണോ മാതൃക കാണിച്ചു കൊടുക്കുന്നത് കുട്ടികൾ അതിനനുസരിച്ച് വളരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഓരോടുക്കുന്ന ഈ പൈപ്പ്, ആ പൈപ്പിൽ നമുക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ എവിടെ വെള്ളം ഉണ്ടാകണം? ടാങ്കിൽ വെള്ളം ഉണ്ടാകണം. ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ പൈപ്പിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ പൈപ്പിൽ വെള്ളം എത്തില്ല. വാപ്പയും ഉമ്മയും ഏത് രൂപത്തിൽ വളരുന്നുവോ, എന്തെല്ലാം നിലക്ക് അവർ പ്രവർത്തിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നുവോ ആ നിലയിലേക്ക് തന്നെ മക്കളും വളർന്നുകൊണ്ടിരിക്കും. ഒരു ചെറിയ ചെടി പോലെയാണ് നമ്മുടെ മക്കൾ. ചെറുപ്പത്തിലേക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം നിങ്ങൾ. ചെടി നമുക്ക് ചെറുതാകുമ്പോൾ എവിടേക്ക് വേണമെങ്കിലും മാറ്റി കുഴിച്ചിടാൻ സാധിക്കും. അല്ലെ, വീടിന്റെ മുമ്പിൽ ഒരു ചെടി കുഴിച്ചിട്ടാൽ അടുത്ത ദിവസം പറയാം ഇവിടെ വേണ്ട, നമുക്ക് വീടിന്റെ പിന്നിൽ ആ കിണറിന്റെ സൈഡിൽ കുഴിച്ചിടാം, അങ്ങോട്ട് മാറ്റി കുഴിച്ചിടാം. പക്ഷെ അത് ചെടി വളർന്ന് വലിയ വൃക്ഷമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് വെട്ടി മാറ്റേണ്ടി വരും. ഇതുപോലെയാണ് മക്കൾ. മക്കൾക്ക് കൃത്യമായിട്ട് ചെറുപ്പത്തിലെ എല്ലാ ശിക്ഷണങ്ങളും കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ട. അല്ലെങ്കിൽ ഖേദിക്കും നമ്മൾ. കഞ്ചാവ് കേസിൽ, ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ, കൊട്ടേഷൻ സംഘത്തിൽ, കൊലപാതക കേസിൽ, മോഷണ കേസിൽ എല്ലാത്തിലും മക്കൾ പ്രതികളായി അവസാനം പത്രത്താളുകളിൽ മക്കളുടെ ഫോട്ടോ കാണുമ്പോൾ വിതുമ്പലോടുകൂടി അല്ലെങ്കിൽ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് പല രക്ഷിതാക്കളും എത്തുമെന്നുള്ളതാണ്.
നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം. അവർ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പഠിക്കണം, പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കണം, വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കണം. സ്വർഗത്തിലെ സുഖാനുഭൂതികൾ, നരകത്തിലെ കഠിനമായ ശിക്ഷകൾ, പ്രയാണിക്കുന്ന ഖബർ ജീവിതത്തെ സംബന്ധിച്ച് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ എല്ലാം അവർ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിന് മതവിദ്യാഭ്യാസം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ശ്രദ്ധിക്കുക. മദ്രസ പഠനത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. നമ്മുടെ കുട്ടികളെ ആ നിലക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. 1-ാം ക്ലാസ്സിൽ കുട്ടി ചെയ്യുന്നുവെങ്കിൽ ആ കുട്ടിയെ മദ്രസ കഴിഞ്ഞ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഉമ്മയോ ഉപ്പയോ സമയമുണ്ടെങ്കിൽ അല്പസമയം കൂടി മദ്രസയിൽ വായിച്ച് പിന്നീട് സ്കൂളിലെ പഠനത്തിലേക്ക് പോവുക. നിങ്ങൾ നോക്കൂ, എത്രയോ കുട്ടികൾ ഇപ്പോൾ SSLC പരീക്ഷ റിസൾട്ട് വന്നു, ഫുൾ A+ കിട്ടിയ കുട്ടികൾ നമുക്കറിയാം. നമ്മുടെ മദ്രസയുണ്ട്. മദ്രസയിൽ വൈകിട്ട് 5 മണി മുതൽ മഗ്‌രിബ് നമസ്കാരം വരെ പങ്കെടുത്ത കുട്ടിക്ക് മുഴുവൻ വിഷയത്തിലും A+. ആ കുട്ടി മദ്രസയിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കും, 10-ാം ക്ലാസ് അല്ലേ? കുട്ടി നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. നീ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ആ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. മദ്രസ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ക്ലാസ് ആരംഭിക്കുകയാണ്. പുതിയ വിദ്യാർത്ഥികളെ ചേർക്കണമെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക, അധ്യാപകരുമായിട്ട് ബന്ധപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സത്പ്രവർത്തനങ്ങൾക്കും മഹത്തായ പ്രതിഫലം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എല്ലാം സംഭവിച്ചു പോയിട്ടുണ്ടാകും. ആ തെറ്റുകുറ്റങ്ങൾ ആധാരങ്ങൾക്ക് ഇനി പുറത്തു തരികയാണ്. അയലോകത്ത് ഒരു സംഘം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു സംഘത്തെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അള്ളാഹുവിനെ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് നടക്കുവാൻ അള്ളാഹുവിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. പ്രവാചകന്മാരും സഹാബികളും കടന്നു പോകുന്ന സ്വർഗത്തിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാൻ ശാശ്വതമായി കഴിഞ്ഞുകൂടാൻ അള്ളാഹുവിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവെ ഫലസ്തീൻ ജനത അതാ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമേ കഴിയൂ. എത്രത്തോളം പ്രയാസമാണ് ഫലസ്തീൻ കുട്ടികളും സ്ത്രീകളും പാവപ്പെട്ട മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രമണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചതുകൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയാണെങ്കിലും അല്ലാഹുവേ എന്തെല്ലാം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള മനസ്സ് മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവയെ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചു അനുഗ്രഹിക്കുകയും ചെയ്യണം. അള്ളാഹുവെ രോഗികളായിക്കൊണ്ട് ആശുപത്രികളിൽ, വീടുകളിൽ, ഈ പള്ളിയിൽ പോലും എത്തിയിട്ടുള്ള ആളുകൾ അള്ളാഹുവെ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.